ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2255. ഇന്ന് മാർച്ച് മാസം 4-ാം തീയതി, 63-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 17-ാം ദിനമാണ്. ജീവിതത്തെ അടിമുടി തകർത്ത് കളഞ്ഞേക്കാവുന്ന എന്തുമാത്രം പ്രതിസന്ധികളുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. അവയെ മറികടക്കണമെങ്കിൽ കുറച്ചുകൂടി യേശു വെളിച്ചം ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാവണം. ഒരു നോമ്പുകാലം ഇതിനു വേണ്ടി, ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനായിട്ട് കുറച്ചുകൂടി യേശു വെളിച്ചം ജീവിതത്തിൽ ശേഖരിക്കാനായിട്ട്, സംഭരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ കാലമാണ്. ജീവിതത്തെ അടിമുടി തകർത്ത് കളഞ്ഞേക്കാവുന്ന പ്രതിസന്ധികളെ എങ്ങനെയാണ് നേരിടാനായിട്ട് പ്രകാശത്തിന് സാധിക്കുക? ക്രിസ്തുവാകുന്ന പ്രകാശത്തിൻ്റെ ഒരു 3 പ്രത്യേകതകൾ, അത് സ്നേഹവും, അത് വിശ്വാസവും, അത് പ്രതീക്ഷയുമാണെന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളെ കുറച്ചുകൂടി അടുത്തറിയാനായിട്ട് ഒന്ന് ശ്രമിച്ചേ മതിയാവും. അവനവനിൽ തന്നെ ഇങ്ങനെ ചില പ്രകാശങ്ങളും പ്രചോദനങ്ങളും ഇല്ലാതെ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശ് പരിഭവങ്ങളില്ലാതെ എടുക്കാൻ പറ്റില്ല. നമ്മൾ കലഹമില്ലാതെ, പരിഭവമില്ലാതെ അനുദിന ജീവിതത്തിലെ കുരിശ് വഹിപ്പാനായിട്ട് തീർച്ചയായും ഈ 3 പ്രകാശത്തിൻ്റെ അടരുകൾ ഉണ്ടാവണം. അത് ക്രിസ്തുയേശുവിൻ്റെ പ്രകാശം, അത് സ്നേഹമാണ്, വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ട്, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതിയെന്ന്. അങ്ങനെയാവുമ്പോൾ എല്ലാ ദിവസവും ക്ലേശം നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അധിക ബുദ്ധിയൊന്നും ആർക്കും ആവശ്യമില്ല. സ്നേഹത്തെക്കുറിച്ചും ചിന്തിച്ചാൽ ഏതൊരു ഭാരവും സ്നേഹമുണ്ടെങ്കിൽ കുറച്ചൊക്കെ ലഘുവായി തോന്നും, മാറും. ഒരു യാത്രയിലെ മടുപ്പ് പോലും നിരീക്ഷിച്ചാൽ അത് വളരെ വേഗം ഏതൊരാൾക്കും പിടുത്തം കിട്ടുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട ഒരാളോടൊത്തുള്ള യാത്രയ്ക്ക് ശേഷം നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം കൂടുതൽ ഉന്മേഷത്തോടെ മടങ്ങിയെത്തുന്നത്? എങ്ങനെയാണ്? കട്ടിലിൽ മാത്രം കഴിയുന്ന ഉറ്റവരെ എത്ര കാലം പരിചരിച്ചിട്ടും മടുപ്പോ ക്ഷീണമോ തോന്നാത്ത ചിലരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത്ഭുതം തോന്നില്ലേ? എൻ്റെ മുഖം വഹിപ്പാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണെന്ന് ക്രിസ്തുയേശു പഠിപ്പിക്കുന്നുണ്ട്. അടിമുടി സ്നേഹമായതുകൊണ്ടാണ് ഇത്ര സൗമ്യതയോടുകൂടി അവിടുന്ന് കാൽവരി യാത്ര ആരംഭിച്ചതും പൂർത്തീകരിച്ചതുമൊക്കെ. കുറെ കൂടി യേശു സ്നേഹത്തെ ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് ഏതൊരാളും ശ്രമിക്കേണ്ടതാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.